കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നാണ് ജനാധിപത്യം വരിക? ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം, മതേതരത്വം എന്നൊക്കെ പറയും, ഉൾപാർട്ടി ജനാധിപത്യം എന്നും പറയും. പക്ഷെ എന്നാണൊരു സർഗാത്മകമായ ജനാധിപത്യം ഈ പാർട്ടിക്കകത്ത് വരിക? നോക്കൂ, 10-70 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, അദ്ദേഹത്തിന് എത്ര സീറ്റ് കൊടുത്തു, എത്ര പ്രാവശ്യം MLA ആയി, തോറ്റോ നിന്നോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായോ, സിൻഡിക്കേറ്റ് മെമ്പർ, അതെല്ലാം അദ്ദേഹത്തിന് അതെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് അധികാരമോഹം കൊണ്ടാണോ സുധാകരൻ പോയത്? സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സുധാകരനെ നേരെ അടിച്ചത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ്. എന്തിൻ്റെ പേരിൽ? പ്രായമാണ് ഘടകമെങ്കിൽ എത്രയോ പേർ ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്നു, പൊസിഷനുകളിലിരിക്കുന്നു. ഞാൻ ആരെയും പേര് പറയുന്നില്ല, വ്യക്തികളെ പേര് പറയുന്നത് ശരിയല്ല. CPM-നകത്ത് സുധാകരനെ പോലുള്ള ഒരാളിനെ എന്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്റർ ലെവലിലുള്ള അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള എത്രയോ പൊസിഷനുകൾ ഭരണത്തിലുണ്ട്, അത് പരിഗണിച്ചില്ല? പോട്ടെ. ഇനി സുധാകരൻ പിണങ്ങിയത് എപ്പോഴാണ്? സുധാകരൻ പിണങ്ങിയത് എപ്പോഴാണ്? അദ്ദേഹത്തെ ആ ബ്രാഞ്ചിലേക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, അവിടെ സലാമിനെ തോൽപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നൊരു ആരോപണമൊക്കെ പറഞ്ഞ് എളമരം കരീമിൻ്റെ ഒരു കമ്മിറ്റി വെച്ച് ആ കമ്മിറ്റിയും എന്തൊക്കെയോ കണ്ടെത്തി. സലാം ജയിച്ചല്ലോ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു ഒരാളിനെ കുറിച്ചിക്കണം. അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ 5 മീറ്റർ അപ്പുറത്ത് നടക്കുന്ന രക്തസാക്ഷി പരിപാടിയിൽ വിളിക്കത്തില്ല. ഞാൻ 5 മീറ്റർ സങ്കല്പമായി പറഞ്ഞതാണ്. അവിടെ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ വിളിക്കത്തില്ല. സുധാകരൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക, അതിന് പാർട്ടി നടപടിയെടുത്തല്ലോ. പക്ഷേ എന്ന് വിചാരിച്ച അത്രയും സീനിയറായിട്ടുള്ള ഒരാളെ പാർട്ടി ഒഴിവാക്കി നിർത്താൻ പാടുണ്ടോ? 5 വർഷം ഒഴിവാക്കി നിർത്തിയെന്ന് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെറുതെ വീട്ടിൽ ഇരിക്കത്തില്ല. അദ്ദേഹത്തിന് എവിടെയെങ്കിലുമൊക്കെ പബ്ലിക് ഫംഗ്ഷനുകളിലൊക്കെ പോകണം. അങ്ങനെ കോൺഗ്രസ്സുമായി എന്തെങ്കിലും പുലബന്ധമുള്ള, അതായത് നേരിട്ട് കോൺഗ്രസ് യോഗത്തിനല്ല പോയത്, ഉള്ള പ്രിയദർശിനി പബ്ലിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള പുസ്തക പ്രകാശനം പോലെയുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം ചില യോഗങ്ങളിൽ പോയപ്പോൾ വെട്ടുക്കിളികളിൽ ഇറങ്ങി, കൊച്ചു പിള്ളേരാണ് ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, അന്നേ അദ്ദേഹത്തിന് വർഗവഞ്ചകനെന്ന് പറയുക, ഒരുപാട് ആക്ഷേപിക്കുക. അദ്ദേഹം മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ഇനി വർഗവഞ്ചനയുടെ കഥ പറയാനാണെങ്കിൽ CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ഉണ്ടാവില്ലല്ലോ. CPI മാത്രമല്ലേ കാണത്തുള്ളൂ. ഇനി CPI പോലും കാണത്തില്ലല്ലോ, കോൺഗ്രസ് അല്ലേ കാണത്തുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് CPI ഉണ്ടാക്കിയവരെല്ലാം വർഗവഞ്ചകരാണോ? ഇനി പോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വർഗവഞ്ചനവും വർഗവും ക്ലാസ്സും ഒക്കെ ഉള്ളൂ. മുതലാളി, തൊഴിലാളി, ബൂർഷ്വ, കർഷകർ എന്ന് പറയുന്ന വർഗങ്ങൾ, ക്ലാസ്സുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേ ഉള്ളൂ, കോൺഗ്രസ്സിലില്ല എന്ന് വെച്ചാൽ CPIയിൽ നിന്ന് എങ്ങനെ CPM ഉണ്ടായി? EMS ആണോ ആദ്യത്തെ വർഗവഞ്ചകൻ? ബസവപുന്നയ്യാണോ? AKG ആണോ? സുന്ദരയ്യയാണോ? ആരാ വർഗവഞ്ചകർ? എന്താണ് സഖാക്കളെ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ പിന്നെ അതിനുശേഷം RSP ഉണ്ടായി, CPI, പിന്നെ അതിൽ RMP ഉണ്ടായി, CMP ഉണ്ടായി. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് കൊടിയല്ലേ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ചുവന്ന കൊടിയാണല്ലോ, എല്ലാ വിപ്ലവമാണല്ലോ പറയുന്നത്. അവർ UDFൽ നിൽക്കുന്നു, LDFൽ നിൽക്കുന്നവരെല്ലാം താൽക്കാലികമായ അടവും തന്ത്രവും, നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അടവും തന്ത്രവും അല്ലേ. SUCI, ബോൾഷെവിക് പാർട്ടികൾ, ഇവരെല്ലാം വർഗവഞ്ചകരാണോ? എനിക്ക് കൊള്ളാമല്ലോ. പാർട്ടിയിലേക്ക് ഒരുപാട് പേര് വന്നല്ലോ. ഡോക്ടർ ഷെറിനെ പോലെയുള്ള പാലക്കാട് മത്സരിച്ചവ, അവരെല്ലാം ഏത് വർഗവഞ്ചകരാണ്? അപ്പോൾ അങ്ങോട്ട് വന്നാൽ വർഗ സംരക്ഷകൻ, അവിടെ നിന്ന് പോയാൽ വർഗവഞ്ചകൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ചുറ്റും കൊണ്ട് പോസ്റ്റർ വയ്ക്കുന്നു, അദ്ദേഹത്തിന് വീട്ടിൻ്റെ അടുത്ത് ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും 4-5 ക്യാമറ വെക്കേണ്ടി വരുന്നു. 70 വയസ്സ് കഴിഞ്ഞ ഒരാളാന്നേ. അദ്ദേഹം നിൽക്കുകയോ മത്സരിക്കുകയോ ജയിക്കുകയോ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയോ ചെയ്യട്ടെ. ഇനി തമാശ എന്തെന്ന് വെച്ചാൽ, പല ചാനലുകളും അവിടെ പോയി ഫീൽഡ് സർവേകൾ പോലെ ആളുകളുടെ, പൊതുജനങ്ങളുടെ വോയിസ് എടുക്കുന്നുണ്ട്. പച്ചയ്ക്ക് ആളുകൾ പറയണം, ഞാൻ BJP ആണ്,
സുധാകരൻ സാറിനെ വോട്ട് കൊടുക്കുകയുള്ളൂ. ഞാൻ കോൺഗ്രസ് ആണ്, സുധാകരൻ സാറിനെ വോട്ട് കൊടുക്കുകയുള്ളൂ. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്, പക്ഷേ സുധാകരൻ സാർ നിന്നാൽ സുധാകരൻ സാറിന് വോട്ട് കൊടുക്കുകയുള്ളൂ. പച്ചയ്ക്ക് ജനങ്ങൾ പറയുകയാണ്. അപ്പോൾ അത്രയും ജനകീയനായിട്ടുള്ള ജനസമ്മതനായിട്ടുള്ള ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വി എസിൻ്റെ വീട് കുറച്ചപ്പുറത്താണ്, അപ്പോൾ വി എസിൻ്റെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട് വഴി പോവുക, ഇന്ന് മാർച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തെറി വിളിക്കുക, ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് തന്തയ്ക്ക് വിളിക്കുക. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? താൻ നിന്ന പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒരു സ്പേസ് ഇല്ലാതെ വന്നപ്പോൾ ആ സ്പേസ് കൊടുക്കേണ്ടത് പാർട്ടിയാണ്. സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ എന്ത് കൊടുക്കുക എന്നല്ല, കൃത്യമായി MLA ആക്കുക എന്നുള്ളതല്ല, മന്ത്രിയാക്കുക എന്നുള്ളതല്ല, സ്പേസ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ സ്പേസ് കൊടുക്കുമ്പോൾ ആ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഷമമുണ്ടാകും. അവരപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കും. അങ്ങനെ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ നോക്കിയിട്ട് 5 വർഷം നിൽക്കാൻ നോക്കിയിട്ടും പറ്റാത്തൊരു 5 വർഷം അദ്ദേഹം നിന്നല്ലോ. അല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ സഹാക്കൾ തള്ളിമറിക്കുന്ന പോലെ സുധാകരൻ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ സുധാകരനില്ല, പിറ്റേ ദിവസം സുധാകരൻ അങ്ങോട്ട് മാറി സ്വതന്ത്രൻ. അങ്ങനെ അല്ലല്ലോ സുധാകരൻ അങ്ങനെ അല്ലല്ലോ. 5 വർഷം പാർട്ടിയോടൊപ്പം തന്നെ നിന്നില്ലേ? പാർട്ടി മൈൻഡ് ചെയ്തോ? ഏതെങ്കിലും മീറ്റിങ്ങിന് അദ്ദേഹത്തിനെ വിളിക്കുമോ? എന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹമായിട്ട് ചോദിക്കുമോ? അഭിപ്രായം ചോദിക്കുമോ? അത്ര അസ്പൃശ്യനാണോ? തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനുമാണോ? അങ്ങനെ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും എച്ച് സലാമിനെ പറ്റിച്ചവനും അവിടുത്തെ വോട്ടിൽ പിന്നെ എച്ച് സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവനുമായ ഒരാളെ പോട്ടെന്നേ. എന്തിനാന്നേ അങ്ങനെ ഒരാൾ പാർട്ടിക്കകത്ത്? ഇളമരം കരീമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എച്ച് സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, കളഞ്ഞേക്കുക. അദ്ദേഹം പോട്ടെന്നേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? അതും ആക്കിയില്ല. അദ്ദേഹത്തിന് അതിനകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് സഹിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. പക്ഷേ അത് ശരിയായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വർഗവഞ്ചനയുടെ കഥ പറഞ്ഞാൽ EMSൻ്റെ കാലം മുതൽ പറയേണ്ടി വരും. അതുകൊണ്ട് സഹാക്കളെ, വർഗവഞ്ചനയുടെ കാര്യമൊന്നും പറയണ്ട. ജി സുധാകരൻ്റെ വഴിക്ക് പോട്ടെ. അദ്ദേഹം ഒരു വാക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല മോശമായിട്ട്. ഇത് അഴിമതിയാവുമെന്നോ, ഇത് സ്വജനപക്ഷമാണെന്നോ, ഇത് ക്യാപിറ്റലിസം കൊണ്ടു നടക്കുന്ന പാർട്ടിയാണെന്നോ, മുതലാളിത്ത പാർട്ടിയാണെന്നോ, ഇതിനകത്ത് രാജാവിനെ പോലെ പിണറായി ഉണ്ടെന്നോ ഒരു കുറ്റവും പറയാതെ അദ്ദേഹം പറയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ സജി ചെറിയാൻ തെറി വിളിക്കുന്നു, എച്ച് സലാം വിളിക്കുന്നു, മണി ആശാൻ അവിടെ ഇരുന്നിട്ട് പറയുന്നു ഷൂ ആണെന്നൊക്കെ പറയുന്നു, MM മണിയൊക്കെ പറയുന്നു. ഈ MM മണിയൊക്കെ ഇങ്ങനെ മണിമാർ കയറി അപ്പർ ഹാൻഡിൽ വന്നപ്പോഴാണ് ഈ പാർട്ടി കായലോര പാർട്ടിയായി, കടലോര പാർട്ടിയായി ഇന്ത്യയിൽ മാറിയത്. ലോകത്ത് ഇത് നിന്ന് നിഷ്കാസനം ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നത്.